പല സൂയിസൈഡ് പോയിന്റുകളിലും ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ ചാടി മരിച്ചിട്ടുണ്ട്. പല ക്ഷേത്രകുളങ്ങളിലും ആളുകൾ മരിച്ചിരിക്കുന്നത് പേടിച്ച. അവിടെ ചില സമയത്ത് നമ്മൾ പോയി കുളിച്ചാൽ മരണമോ മരണത്തിന് തുല്യമായ ട്രോമയോ നമുക്കവിടെ നിന്ന് കിട്ടാം. ചിലപ്പോൾ തള്ളിയിടുന്ന പോലെ, ചിലപ്പോൾ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന പോലെ, ഇങ്ങനെ എന്തെങ്കിലും തോട്ട്സ്. അതായത് നീന്തലറിയാത്ത ആൾക്കാരെല്ലാം മരിക്കുന്നത്. ചില സ്ഥലങ്ങൾ നമ്മൾക്ക് സൂയിസൈഡിങ് ടെൻഡൻസി തന്നുകൊണ്ടേയിരിക്കും. ഈ സൂയിസൈഡ് പോയിന്റുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും മരിക്കാൻ വേണ്ടിയിട്ട് ഇതേ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത് തന്നെ എന്തുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴേ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും സൂയിസൈഡ് പോയിന്റുകളുണ്ട്. ചില പുഴകളും ചില കുളങ്ങളും ഇത്തരത്തിലുള്ള സൂയിസൈഡ് പോയിന്റുകളാണ്. അതായത് നമ്മൾ ചിന്തിക്കും ഈ കൊടൈക്കനാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സൂയിസൈഡ് പോയിന്റുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള സൂയിസൈഡ് പോയിന്റുകളുണ്ട്. അതൊരു സൂയിസൈഡിങ് എനർജി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിന്റിൽ നമ്മൾ ചെന്ന് കണക്റ്റ് ആയി കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്ന നെഗറ്റീവ്, ഇപ്പം നമ്മൾ മരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റ് ആയാൽ മരണം എന്ന് പറയുന്ന നമ്മുടെ ചിന്ത, നമ്മുടെ ഭയം സന്തോഷമായിട്ട് മാറും, ഹാപ്പി ആയിട്ട് മാറും. ഹാപ്പിയും സന്തോഷം നമുക്ക് വന്നാൽ നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. നോർമൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷം ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. സൂയിസൈഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിപ്രസ്ഡ് ആയതിനു ശേഷം എടുക്കുന്ന കാര്യം തീരുമാനമല്ലേ? ആണോ? പലപ്പോഴും എസ്കേപ്പിംഗ് അല്ലേ? എന്തിനാ എസ്കേപ്പിംഗ്? എന്തിനായിരിക്കും എസ്കേപ്പ് ചെയ്യുന്നത്? സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. എല്ലാ എസ്കേപ്പുകളും ഞാൻ എൻ്റെ ശരീരം അനുഭവിക്കുന്ന, എൻ്റെ മാനസികാവസ്ഥ അനുഭവിക്കുന്ന, എൻ്റെ പെയിനുകളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ സ്ട്രെസ്സുകളും എല്ലാം സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഞാനത് അനുഭവിക്കണ്ട, സമാധാനമായി. ഞാൻ ഈ പറയുന്ന ആളുകളൊന്നും കാണണ്ട, എന്നെ ദ്രോഹിച്ചവരെ കാണണ്ട, എന്നെ ബുദ്ധിമുട്ടിച്ച ആളുകളെ കാണണ്ട, എനിക്ക് കടം കൊടുത്ത, പലപ്പോഴും കടം മൂലം എത്ര ആളുകൾ മരിക്കുന്നു. കടം കൊടുക്കേണ്ട ആൾക്കാരെ കാണണ്ട, അവരൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഒരു എസ്കേപ്പിംഗാണ്, മനസ്സിലായോ? അപ്പോൾ എന്താ, ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താ, സമാധാനത്തെ പറ്റിയാണ്. അതായത് മരണം എന്ന് പറയുന്ന ആ 3 അക്ഷരത്തെ ഏറ്റവും സമാധാനപരമായി ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കാം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക്. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട. പല സൂയിസൈഡ് പോയിന്റുകളിലും ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ ചാടി മരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ വിഷം കഴിച്ച് മരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല അവർക്ക്. നമ്മൾ എങ്ങനെ തപ്പിപ്പോയാലും അവർക്കൊരു പ്രശ്നമില്ല. അപ്പം നമുക്ക് അതിനെ വേണമെങ്കിൽ മാനസിക പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ സൂയിസൈഡ് ഐഡിയേഷനുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമല്ല ഇതിന് കാരണം. ചില സ്ഥലങ്ങൾ നമ്മൾക്ക് സൂയിസൈഡിങ് ടെൻഡൻസി തന്നുകൊണ്ടേയിരിക്കും, നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും, വാ ചെയ്. ഇപ്പം നമ്മളൊരു വേണമെങ്കിൽ ഇത് അനുഭവിക്കണമെങ്കിൽ ഏതെങ്കിലും സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് നിന്നിട്ട് പതുക്കെ കണ്ണടച്ച് താഴത്തോട്ട് ഇങ്ങനെ നോക്കുന്നത് നമുക്കൊരു കാര്യം ഇങ്ങനെ തോന്നും. ഭയങ്കര നമ്മൾ ഭയങ്കര റിലാക്സായി താഴത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറന്ന് പോയി താഴെ പോയി നമ്മൾ മരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതായി മാറുന്നു. അതായത് അതിന് വേറൊരു കാര്യം, പുതിയൊരു കാര്യം എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൊടുക്കുക. നീ ചെയ്ത് നോക്ക്, നീ ചെയ്. ചിന്തിച്ചോ, നമ്മുടെ ലൈഫിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ടെൻഡൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ. നമ്മളല്ല, നമുക്കറിയാം ഇത് ചെയ്യണ്ട, പക്ഷേ ഇത് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. അത് നീ ചെയ്ത് നോക്ക്. അല്ല, ഒരു വട്ടം ചെയ്ത് നോക്ക്, അതിപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വട്ടോ അതിപ്പോൾ ഇത് ഒരു വട്ടം ചെയ്തതിന് ശേഷം അടുത്ത വട്ടം ചെയ്യണ്ട. ഇതിപ്പോൾ ആരാ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ മറ്റൊരു മൈൻഡാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സൂയിസൈഡ് ഐഡിയേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ആതിരിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇത്. എല്ലാ മനുഷ്യനും ആത്മഹത്യ പ്രവണത ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ചില എനർജികളുമായിട്ട് നമ്മൾ കണക്റ്റ് ആയാൽ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ തോട്ടുണ്ടല്ലോ, ഇത് ഡെവലപ്പ് ആവാൻ തുടങ്ങും. ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള എനർജികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റീനെ നമ്മൾ ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളോ പോയി കഴിഞ്ഞാൽ അത് ബൂസ്റ്റ് ആവുന്നത്. ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എനർജീസ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ സൂയിസൈഡ് പോയിന്റുകളിൽ ഒരുപാട് പേരുടെ എനർജി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് മരണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മെസ്മർസം എന്ന് പറയുന്ന ടൂളിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റിലാക്സേഷനാണ്. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞ കമാൻഡാണ് നമ്മൾ പലപ്പോഴും പുഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു കമാൻഡ് എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുക, കുറച്ച് വാക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ആതിരയുടെ ഉള്ളിലോട്ട് ഈ കമാൻഡിങ് ഞാൻ എനർജി വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആതിരയുടെ ഉള്ളിൽ ആ കമാൻഡിങ് വർക്കൗട്ടാകാൻ തുടങ്ങും. എനർജി ബേസിൽ
കമാൻഡ് എന്താണെന്ന് മനസ്സിലായോ? അതൊരു പക്ഷേ എനിക്ക് വേണമെങ്കിൽ മരണം തരാം. പലപ്പോഴും പല കൂടോത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും മരണമാണ് കൊടുക്കുന്നത്. മരിക്കണം എന്നുള്ള സാധനം നമ്മൾ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ വ്യക്തിയിൽ മരിക്കാം, ഇനി അടുത്ത ഓപ്ഷൻ മരിക്കാം, ഇനി എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്കിനി ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാൻ വയ്യ എന്നുള്ള ചിന്തകൾ വന്ന് മരണം റിപ്പീറ്റായിട്ട് മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ സൂയിസൈഡ് പോയിന്റ് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം അതാ. ഇനി ചില കുളങ്ങളുണ്ട്, ചില ക്ഷേത്ര കുളങ്ങളുണ്ട്. അവിടെ ചില സമയത്ത് നമ്മൾ പോയി കുളിച്ചാൽ മരണത്തിന് തുല്യമായ ട്രോമയോ നമുക്ക് അവിടെ നിന്ന് കിട്ടാം. അതെ, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ക്ഷേത്രകുളങ്ങളാണെങ്കിലും ഈ പള്ളികളുടെ ഈ ഒരു കുളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസ് എന്ന് വെച്ചാൽ ദൈവത്തിനെ നമ്മൾ പോകുന്നത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇതേപോലെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മളെ സംരക്ഷിക്കണമെന്നാണ് തന്നെ കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്ത് ഒരാൾ മരണപ്പെടുക എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന അറിയാം, ദൈവം ഉണ്ടായിട്ട് എന്തിനാണ് ഒരു ജീവൻ എടുത്തത് എന്നുള്ള ഒരു രീതിയൊക്കെ. നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരത്തെ, ഒരു എനർജീനെ നമുക്ക് കളയണമെങ്കിൽ നമ്മൾ മറ്റൊരു വസ്തുവിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിലോട്ടോ നമ്മൾ തള്ളിക്കളയണം. ഓക്കെ, അപ്പോൾ ക്ഷേത്രങ്ങളിലിരിക്കുന്ന പല വിഗ്രഹങ്ങളും എന്തുമാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഈ എനർജി കൊടുക്കുന്നത്, ഈ തോട്ട്സ് പാസ് ചെയ്യുന്നത്. പലപ്പോഴും പല വിഗ്രഹങ്ങളും പല കാര്യങ്ങളും ക്ഷേത്രകുളങ്ങളിൽ പോയി അത് ശുദ്ധിയാക്കുന്നത് എന്തിനാ? ശുദ്ധിയാക്കുക, ശരിയല്ലേ? ജലധാര ചെയ്ത് ഈ വിഗ്രഹങ്ങളെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഇതിനു മുന്നും ആ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച ആളുകൾ പലപ്പോഴും മരിക്കാൻ ഉള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. ഈ പ്രശ്നങ്ങൾ മുഴുവനും ഈ ഓരോ വിഗ്രഹങ്ങളുമാണ് വലിച്ചെടുത്തിട്ട് അവർക്ക് പോസിറ്റിവിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ വിഗ്രഹങ്ങളും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹത്തിൻ്റെ എനർജി ഉണ്ടല്ലോ, അത് നേരെ കൊണ്ടുവന്ന് ക്ഷേത്രകുളങ്ങളിലായിരിക്കും ഒരു പക്ഷേ വൃത്തിയാക്കുന്നത്. ക്ഷേത്രക്കുളത്തിൽ നിന്ന് എടുക്കുന്ന ജലമായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളമായിരിക്കും. ഈ ജലം എല്ലാം കണക്റ്റഡാണ്. ഒരു ക്ഷേത്രക്കുളത്തിന് ചുറ്റും നിൽക്കുന്ന ജലാശയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇത് വെള്ളത്തിലോട്ട് ഡെപ്പോസിറ്റ് ആവുന്നത്. അതായത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് നമുക്ക് എന്ത് സജഷൻ നമ്മൾ ഫയർ ചെയ്യുന്നു അത് വെള്ളത്തിൽ ആക്റ്റീവ് ആവും. അപ്പോൾ ജലാശയം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ചില രാത്രി സമയങ്ങൾ, ചില ഉച്ച സമയങ്ങളിൽ ആ വെള്ളത്തിലോട്ട് എന്ത് എനർജിയാണോ ഇതിനു മുമ്പ് പാസ്സായിട്ടിരിക്കുന്നത് അതിൻ്റെ ശക്തി കൂടും. അത് ഭയങ്കര നെഗറ്റീവാവാം, ഭയപ്പെടുത്തുന്നതാവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ആരാണോ ഉള്ളത് ആ വ്യക്തി ഒരു പക്ഷേ മരണത്തിലോട്ട് പോകാൻ ഭയങ്കര ഈസിയാണ്. പല ക്ഷേത്രകുളങ്ങളിലും ആളുകൾ മരിച്ചിരിക്കുന്നത് പേടിച്ചാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ചു പോകും. ചിലപ്പോൾ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ ഷോക്ക് കിട്ടും. ചിലപ്പോൾ തള്ളിയിടുന്ന പോലെ, ചിലപ്പോൾ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന പോലെ, ഇങ്ങനെ എന്തെങ്കിലും തോട്ട്സ്. അതായത് നീന്തലറിയാത്ത ആൾക്കാരെല്ലാം മരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും നീന്തലറിയാം. വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ഉള്ളൂ നീന്തലറിയാതെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ബാക്കി ഒട്ടുമിക്ക കേസുകളും നീന്തലറിയുന്ന ആളുകൾ മരിക്കുന്നത്. അതെങ്ങനെ മരിക്കുന്നു? പെട്ടെന്ന് കിട്ടുന്ന ഷോക്കാണ്. അതായത് ഇപ്പോൾ ആതിര ക്ഷേത്രകുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാന്ന് വിചാരിക്കാം, പെട്ടെന്നൊരു എനർജി ബുഷിങ് വരാം. എനർജി ബുഷിങ് വന്നു കഴിയുമ്പോൾ ആതിര എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളത്തിലോട്ട് കുഴഞ്ഞു വീഴുകയോ നീന്താൻ മറന്നു പോവുകയോ ചെയ്യും. അനങ്ങാൻ പറ്റില്ല, ഫ്രീസായി പോകും. നമ്മളിങ്ങനെ കോച്ചി പിടിക്കാന്നൊക്കെ പറയില്ലേ, ഈ കോച്ചിപ്പിടുത്തം കിട്ടും, പെട്ടെന്ന് നേരെ വെള്ളത്തിലോട്ട് മുങ്ങി മരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അമിതമായിട്ട് ഡെപ്പോസിറ്റ് ആവുന്ന ഇത്തരത്തിലുള്ള എനർജി ബേസാണ് ഇത് നമുക്ക് സംഭവിക്കാം. ഇപ്പം നമ്മൾ പോയാലും നമുക്ക് ഈ തോട്ട്സ് വരും. നമ്മൾ ആ തോട്ട്സിനെ കട്ട് ചെയ്യാൻ പഠിക്കണം. എവിടെ നിന്ന് തോട്ട്സ് വരുന്നു, ഓക്കെ, അങ്ങനെ തോട്ട്സ് വന്നാൽ അതൊരു നെഗറ്റീവ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ട് നേരെ അവിടെ നിന്ന് മാറിപ്പോവുക എന്നുള്ളത്. 10, 20, 50, 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ അത് കട്ടായി. അത്രേ ഉള്ളൂ.